ഡിയേഴ്സ്, നമ്മുടെ 11ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് പൊളിറ്റിക്കൽ തിയറിയെ കുറിച്ചാണ് അല്ലേ. എന്താണ് ഈ പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത്? സെറ്റ് ഓഫ് ഐഡിയാസും പ്രിൻസിപ്പിൾസും അടങ്ങുന്നതാണ് നമ്മുടെ പൊളിറ്റിക്കൽ തിയറി. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ സൊസൈറ്റി, ജനങ്ങൾ, ഇവരെല്ലാവരെയും ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ മൗൾഡ് ചെയ്തെടുക്കുന്നത് നമ്മുടെ ഈ പൊളിറ്റിക്കൽ തിയറിയാണ്. ഏതൊരു സൊസൈറ്റിയിലായാലും ഏതൊരു ഗവൺമെൻറ്റിലായാലും ഏതൊരു രാജ്യത്തായാലും ഒരു സെറ്റ് ഓഫ് പൊളിറ്റിക്കൽ തിയറീസ് എന്തായാലും ഉണ്ടാവും. ഈ ഒരു പൊളിറ്റിക്കൽ തിയറി അവിടുത്തെ ജനങ്ങളെയും അതേപോലെ റൂളേഴ്സിനെയും എന്തു ചെയ്യുന്നുണ്ട്? അവരെ ഇൻഫ്ലുവൻസ് കൂടെ ചെയ്യുന്നുണ്ട്. പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് തിയറീസിൻ്റെ ഒരു പഠനം കൂടിയാണ്. ഏതൊക്കെ തിയറീസ് ആണ് അതിൽ വരുന്നത്? ഫ്രീഡം, ഇക്വാലിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, സിറ്റിസൺഷിപ്പ്, നാഷണലിസം, സെക്കുലറിസം, പീസ്, ഡെവലപ്മെന്റ്, ഇതെല്ലാം എന്തിൽ കടന്നു വരുന്നുണ്ട്? നമ്മുടെ പൊളിറ്റിക്കൽ തിയറിയിൽ കടന്നു വരുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് എന്തിനാണ് നമ്മൾ ഈ ഒരു പൊളിറ്റിക്കൽ തിയറി പഠിക്കുന്നതെന്നാണ്. പൊളിറ്റിക്കൽ തിയറി നമ്മൾ പഠിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റിനെ കുറിച്ചിട്ടും ഗവൺമെന്റിനെ കുറിച്ചിട്ടും മനസ്സിലാക്കാൻ. അതേപോലെ തന്നെ പല വൈവിധ്യങ്ങളുള്ള ആളുകളാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത് അല്ലേ. ഈ കാണുന്ന മനുഷ്യരെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ തിയറി പഠിച്ചിരിക്കണം. അതുപോലെ ഇന്റർനാഷണൽ റിലേഷനെ കുറിച്ച് മനസ്സിലാക്കാനും അറിയാനും നമ്മൾ പൊളിറ്റിക്കൽ തിയറി പഠിച്ചിരിക്കണം. ഒരു പൊളിറ്റിക്കൽ ഇവന്റ് സംഭവിക്കുമ്പോൾ അവിടെ പലതരത്തിലുള്ള ഐഡിയാസ് ആയിരിക്കും അവർ ജനങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നത്? സ്പ്രെഡ് ചെയ്യുന്നത് അല്ലേ. ഈ പറയുന്ന ഐഡിയകളെല്ലാം ഓക്കെ ആണോ, ശരിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൊളിറ്റിക്കൽ തിയറി അറിഞ്ഞിരിക്കണം. കാലങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് പല ആളുകളായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് വോട്ടിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അല്ലേ. അഡൽട്ട് ഫ്രാഞ്ചൈസ്, എന്നിട്ട് പോലും വോട്ട് ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം എന്താണെന്ന് നമുക്കറിയണമെങ്കിൽ പൊളിറ്റിക്കൽ തിയറി നമ്മൾ പഠിച്ചിരിക്കണം. ഒരു ഇഷ്യൂ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൊളിറ്റിക്കൽ ഇവൻറ്റ് സംഭവിക്കുമ്പോൾ നമ്മളെ ഒപ്പീനിയന് ഒന്നുകൂടെ പോളിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പഠിക്കണം? പൊളിറ്റിക്കൽ തിയറി പഠിച്ചിരിക്കണം. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ദിനംപ്രതി ഒരുപാട് അനീതികൾ നടക്കാറുണ്ട് അല്ലേ. അതേപോലെ ഒരുപാട് വ്യക്തികളുടെ ഫ്രീഡം ഹനിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട്. നമ്മൾ ഈ പഠിക്കുന്ന പൊളിറ്റിക്കൽ തിയറിയായ ഫ്രീഡം, ഇക്വാലിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, പീസ്, ഡെവലപ്മെന്റ്, നാഷണലിസം, സെക്കുലറിസം, ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് സാധാരണ ഒരു വ്യക്തി ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് നോക്കിക്കാണുന്ന രീതിയിലല്ല നമ്മൾ നോക്കിക്കാണാം. ഒരു പൊളിറ്റിക്കൽ ഇവന്റ് നടക്കുന്ന സമയത്തെ പല വ്യക്തികളും അത് ഇമോഷണലി അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കും ആ ഒരു ഇഷ്യൂവിനെ അപ്രോച്ച് ചെയ്യുക? റാഷണലി. നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അനലൈസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അവിടെ ഒരു റെസ്പോണ്ട് കൊടുക്കാം. ആഫ്റ്റർ ഓൾ നമ്മളൊരു നല്ലൊരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പൊളിറ്റിക്കൽ തിയറി നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം.